ഡയറക്ടർ പറയുമ്പോൾ പറഞ്ഞിരുന്നത് ഞാൻ ആ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചെയ്യുന്നതാണ്. കട്ടെന്ന് പറയുമ്പോൾ ഞാനാവും. പക്ഷെ കുറച്ച് ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പം എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവും. ഞാൻ ഗ്ലിസറിന് ഉപയോഗിക്കാറില്ല. അപ്പോൾ അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശബ്ദത്തെ ബാധിക്കും. ഈ സിനിമ സീൻ സൗണ്ട് ആയിരുന്നു, അപ്പം ഡബിങ്ങും ഇല്ല നമുക്ക്. അപ്പം ഞാൻ ക്രിസ്റ്റോട് ആദ്യം ഒറ്റ കാര്യം പറഞ്ഞു, കുറേ കരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവും ക്രിസ്റ്റോ. അപ്പം ക്രിസ്റ്റോ എന്നോട് പറഞ്ഞ ചേച്ചിക്ക് എപ്പോൾ കരയണമെന്ന് അപ്പോൾ കരഞ്ഞാൽ മതി, അതേ ഉള്ളൂ ലീലമ്മ. അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല, ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്റ്റോവിനോട്. അത് ഒരു ഷോട്ടുണ്ട് ഞാൻ പറലിനോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം പിന്നുന്ന ഒരു ഷോട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ അതിൽ ആ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു. കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നും. ഷെയർ ചെയ്യാൻ ആരുമില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. കാരണം ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട് ഈ ക്യാരക്ടർ. അപ്പം അവരുടെ സ്വാർത്ഥതയല്ല, അവർക്ക് സ്നേഹം അതിനു വേണ്ടി താഴ്ന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതെ നോക്കിയിട്ടുണ്ട്. കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടൊക്കെയും പോയി എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ എല്ലാ ജനറേഷൻ്റെ ഇവിടെ ഞാൻ നിൽക്കില്ല ഇവിടെ. അപ്പം അവർക്കും എനിക്ക് ഒരേ പ്രായം. എനിക്ക് 10 വയസ്സ്, എൻ്റെ മോൻ ഓഗസ്റ്റ് 10 വയസ്സാവും, എനിക്ക് 10 വയസ്സ്.